എന്നത് വ- ഏഹ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സഭയിലെ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൺഡേ സ്കൂളിലെ ശുശ്രൂഷയാണെന്ന് പറയാൻ കാരണം അടുത്ത തലമുറയെ ഈ ദൈവിക ബോധത്തിൽ വളർത്തുന്നതിനെ സഹായിക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒക്കെ ഉത്തരവാദിത്തം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല വളരെ അനുഗ്രഹീതവും എന്നാൽ വളരെ ഉത്തരവാദിത്വപൂർവമാകുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ഈ സമയം ഉപയോഗിക്കട്ടെ. നമ്മുടെ സഭയിൽ കുറേ നാളുകളായി സൺഡേ സ്കൂൾ പ്രവർത്തനം നടത്തി വരുന്നു. എന്നാൽ അത് ഇപ്പോൾ 100 വർഷത്തിലധികമായി നമ്മുടെ സൺഡേ സ്കൂൾ സമാജത്തിലൂടെ ക്രമീകൃതമായ രീതിയിൽ പഠന പുസ്തകങ്ങളും പഠന രീതികളൊക്കെ നമുക്ക് ഉപദേശിച്ചു തരുന്ന സൺഡേ സ്കൂൾ സമാജമാണ്. അങ്ങനെ ഈ സഭയുടെ ചട്ടക്കൂടിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്, വിശ്വാസ പരിപോഷണത്തിന്, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് ഒക്കെ നേതൃത്വം നൽകുന്ന സൺഡേ സ്കൂൾ സമാജത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ ശാഖയായിട്ടാണല്ലോ ഓരോ സൺഡേ സ്കൂളും നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഭദ്രാസന തലത്തിലുള്ള ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ വന്നുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നുകൂടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു കരിക്കുലം റിവൈസ് ചെയ്ത് കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉള്ള പാഠപുസ്തകം എങ്ങനെ പുതിയ രീതിയിൽ നന്നായിട്ട് അവതരിപ്പിക്കണമെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസ് സാർ നമ്മോട് കൂടെ ഉണ്ട്. ദീർഘകാലം അധ്യാപകനൊക്കെ ആയിട്ട് പ്രവർത്തിച്ച സാറ് ഈ കരിക്കുലം കമ്മിറ്റിയുടെ കൺവീനറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സാറിൽ നിന്ന് തന്നെ നമുക്കിത് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. എനിക്ക് സാറുമായി നേരത്തെ തന്നെ പരിചയപ്പെടുന്നതിനും ആ സ്നേഹബന്ധത്തിലാകുന്നതിനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ സാറുമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ ആചരിക്കുന്ന ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ആ നല്ല സ്നേഹത്തെയും കൂട്ടായ്മയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ അധികം സമയമെടുക്കാതെ നിങ്ങളെല്ലാവരോടും നിങ്ങളെല്ലാവരുടെയും പേരിൽ സാറിനെ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സിലേക്ക് പ്രത്യേകമായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിനെ ക്ലാസ്സിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. എത്രയും ബഹുമാനപ്പെട്ട സക്കറിയാസ് മാർ അപ്രേം തിരുമേനി, പ്രിയപ്പെട്ട റോബിൻ അച്ഛൻ, ഡയസിഷൻ സെക്രട്ടറി അച്ഛൻ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, ഏവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അഭിമാന്യ അപ്രേം തിരുമേനിയോടൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ്, തിരുമേനി ആയതിനു ശേഷം. അതിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ. തിരുമേനി പറഞ്ഞതുപോലെ മാർത്തോമ സഭയ്ക്ക് അതിൻ്റെതായ ഒരു സൺഡേ സ്കൂൾ മറ്റ് ഏതൊരു സഭ കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കുവാനായിട്ട് ഇടയായത് വലിയ ദൈവത്തിൻ്റെ കൃപയും നടത്തിപ്പുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വേദപഠനത്തിൽ വളർത്തണമെന്നുള്ളത് സഭയുടെ വലിയൊരു താല്പര്യവും അതിനുള്ള ഒരു ദർശനവും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ചു. ആ ഒരു പൈതൃകം പിന്തുടർന്നുകൊണ്ട് ഇക്കാലം അത്രയും പ്രവർത്തിപ്പാൻ സൺഡേ സ്കൂൾ സമാജത്തിന് സാധിച്ചു. ആ സമാജത്തിന്റെ സുപ്രധാനമായ ഒരു കണ്ണിയാണ് സൺഡേ സ്കൂൾ അധ്യാപകർ. ആ അധ്യാപകരിൽ ചുരുക്കം പേരെയാണ് ഞാനിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഡൽഹി സെന്ററിന്റെ സൺഡേ സ്കൂൾ അധ്യാപകരായിട്ട് നിങ്ങൾ ഏവരും കൂടി വന്നിരിക്കുകയാണ്. ഈ നാളുകളിൽ അച്ഛൻ പറഞ്ഞ പോലെ പല സെന്ററുകളിലും പോകുവാനും അധ്യാപകരുമായിട്ടൊക്കെ സംവദിക്കുവാനുമായിട്ട് എനിക്ക് ഇടയായി. ഈ അധ്യാപകരുടെ മുഖം ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ പുറകിലുള്ള കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ കാണുന്നുണ്ട്. ഓരോ അധ്യാപകനും അല്ലെ അധ്യാപികയ്ക്കും ചുറ്റിലും 5, 8, 10 ഒക്കെ കുട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു സമൂഹത്തെയാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ കർത്താവ് ഏൽപ്പിച്ചതായിട്ട് വലിയൊരു ശുശ്രൂഷ നിർവഹിക്കുകയാണ്. ഈ ഒരു വലിയ നിയോഗമാണിത്. നമ്മുടെ സഭയിലെ ഓരോ ആളുകളും കാലം ചെയ്ത എബ്രഹാം മാർത്തോമ തിരുമേനി പറഞ്ഞതുപോലെ
ഓരോ വ്യക്തിയും ഓരോ സുവിശേഷകനാണ്. ആ സുവിശേഷം ചെയ്യേണ്ട ജോലി ഏതാണ് ദൈവം അതാത് സമയങ്ങളിൽ നമ്മെ ഏൽപ്പിക്കും. ഇപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് സൺഡേ സ്കൂൾ അധ്യാപനം, കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. കർത്താവ് കുറെ കുഞ്ഞുങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇവരെ പരിശീലിപ്പിക്കുക, നിങ്ങൾ ഇവരെ വളർത്തുക. തിരുവേനി പറഞ്ഞല്ലോ, മാമോദീസ കഴിയുമ്പം പറയുന്നത് ആ ഒരു വലിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആളുകളിലൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് മുന്നിലുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് പഠിപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രം സ്വീകരിച്ചാൽ മതി. പിന്നെ ആരുടെയും വാക്കുകൾ കേൾക്കേണ്ട കാര്യമില്ല, ആരുടെയും ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. വി ഹാവ് ഓൺലി വൺ എക്സാമ്പിൾ, അത് ജീസസ് ക്രൈസ്റ്റ് ആണ്. യേശു ക്രിസ്തു ആണ് ഏറ്റവും വലിയ ഗുരു. ഏറ്റവും വലിയ ഗുരു ആരെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ വേറെ സംശയമില്ല, യേശു പിന്നെ നിങ്ങളെല്ലാം പറയുന്ന കാര്യമാണ്, യേശുവാണ് ഗുരു. എന്താണ് ഒരു ഗുരുവിന്റെ യഥാർത്ഥമായ ലക്ഷണമെന്ന് നമ്മുടെ സീനിയേഴ്സ് പാഠപുസ്തകത്തിലെ ഒരു പാഠത്തില് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏവരും സീനിയേഴ്സ് ക്ലാസ് പഠിപ്പിക്കാത്തവരാണെങ്കിൽ കൂടെ ജ്യേഷ്ഠ വകുപ്പിലെ ആ പാഠം പാലിക്കണം. എന്താണ് ഗുരു? യേശു ആകുന്ന ഗുരു. അപ്പൊ ആ ഗുരുവിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ആ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ കരിക്കുലം, ഇതുവരെ ഉണ്ടായിരുന്ന കരിക്കുലം ഏതാണ്ട് ഒരു 10-12 വർഷമായിട്ട് തുടർന്ന് വന്നതായിട്ടുള്ള ഒരു പാഠാവലിയായിരുന്നു. അതിന്റെ ചില ന്യൂനതകളൊക്കെ കണ്ട് അതൊന്ന് പരിഹരിക്കണമെന്ന് സമാജം തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിലാണ് പുതിയ അക്കാഡമിക് കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ ഈ കരിക്കുലം രൂപപ്പെടുത്തുവാനും ഇടയായത്. അതിന്റെ ചുമതല കഴിഞ്ഞ ഡിസംബർ മാസം വരെയും നിർവഹിച്ചുകൊണ്ടിരുന്നത് അഭിനയ ജോസമാർ ബർന്നബാസ് സഫ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. തിരുമേനിയുടെ നേതൃത്വത്തിൽ 225ഓളം അധ്യാപകരും വൈദികരും ചേരുന്നതായുള്ള ഒരു സംഘമായിരുന്നു അക്കാഡമിക് കമ്മിറ്റി എന്ന് പറയുന്നത്. കമ്മിറ്റി പല സമയം കൂടി കോവിഡിൻ്റെതായ ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറെ നീണ്ടുപോയി. ഏതാണ്ട് അതുകൊണ്ടാണ് ഇത്രയും ദൈർഘ്യം വന്നത്. ഏതായാലും കൊള്ളാം, അതിന്റെ പരിസമാപ്തിയാണ് ഈ വോളിയം 1 ജനുവരി മാസത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുവാനായിട്ട് സാധിച്ചത്. വീണ്ടും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വോളിയം 2 അടുത്ത ജനുവരി മാസം നിങ്ങളുടെ കയ്യിൽ എത്തത്തക്കവണ്ണം ക്രമീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ തിരുമേനിയാണ്. ഈ കരിക്കുലത്തെ കുറിച്ച് പൊതുവായിട്ട് ഞാന് ആരുടെ വോയിസ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതെ, സംസാരിക്കാത്തവരെ മ്യൂട്ട് ചെയ്ത് നല്ലതായിരിക്കും. മ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ അവരവരെ സംസാരിക്കേണ്ട അവസരം വരുമ്പോൾ മാത്രം ഓൺ ചെയ്യുകയും ഇല്ലാത്ത മ്യൂട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. അപ്പോ ഈ കരിക്കുലത്തിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഗ്രോ ഇൻ ഗോഡ്സ് ലവ് എന്നുള്ള ഒരു ഓവർ ആർക്കിംഗ് തീമാണ് ഈ കരിക്കുലത്തിന് എടുത്തിരിക്കുന്നത്. ദൈവ സ്നേഹത്തിൽ വളരുക. ദൈവ സ്നേഹം ഈ ലോകത്തിൽ വാസ്തവത്തിൽ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് ക്രിസ്ത്യാനികൾ. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, സ്നേഹത്തിന്റെ അപര്യാപ്തത മൂലമാണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നതായിട്ട് എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ അതും എന്തെന്ന് മനസ്സിലാക്കി വളരണം എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് ഈ കരിക്കുലത്തിന് പിന്നിലുള്ളത്. ഗ്രോ ഇൻ ഗോഡ്സ് ലവ്, ദൈവസ്നേഹത്തിൽ വളരുക. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതകള്, അതെങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹം എക്സ്പ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് ഈ തീമിന്റെ സബ് തീംസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സബ് തീംസ് ബേസ്ഡ് ആണ് ഈ പാഠങ്ങൾ അത്രയും. നമുക്ക് നഴ്സറി മുതൽ യുവവകുപ്പ് വരെയുള്ള പാഠപുസ്തകമാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. പ്രൗഢവകുപ്പ് എന്നൊരു വകുപ്പ് കൂടിയുണ്ട്. അതിന്റെ പാഠാവലി പരിഷ്കരിച്ചിട്ടില്ല. ഒരുപക്ഷെ അടുത്ത വർഷത്തെ ക്രമത്തോടു കൂടി അതും പരിഷ്കരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ യുവവകുപ്പ് വരെയുള്ള ക്ലാസ്സുകൾ 7 ക്ലാസ്സുകളാണുള്ളത്. 7 ക്ലാസ്സുകൾ നഴ്സറി, ശിശുവകുപ്പ്, ബാലവകുപ്പ്, ഇത്രയും ക്ലാസ്സുകളെ ഫേസ് 1 എന്നുള്ള ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കുമാരവകുപ്പ്, മധ്യവകുപ്പ്, ഇന്റർമീഡിയറ്റ് വരെ അത് ഫേസ് 2 ലെവലിലാണ്.
അത് കഴിഞ്ഞ് സീനിയേഴ്സ്, അതായത് ജ്യേഷ്ഠ വകുപ്പ്, യുവ വകുപ്പ്, യങ് അഡൽട്സ്, അത് ഫേസ് 3. ആൻഡ് ഫേസ് 4 ആണ് ഞാൻ പറഞ്ഞ പ്രൗഢ വകുപ്പ്. ഫേസ് 4-നുള്ള റിവിഷൻ നടത്തിയിട്ടില്ല. അപ്പം 3 ഫേസസിൽ ഉള്ള പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഫേസ് എന്ന് പറയാൻ കാരണം ഇത് കുട്ടികളുടെ ഒരു മനോനിലയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഫേസ് തിരിച്ചിരിക്കുന്നത്. വളരെ ശൈശവ പ്രായം മുതൽ ഏതാണ്ട് ഒരു കൗമാരം ആരംഭിക്കുന്നതിന് വരെയുള്ള കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, അഡോളസൻസിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ, ഇവരുടെയൊക്കെ മാനസികമായ പശ്ചാത്തലവും അവരുടെ ബൗദ്ധിക വികാസവും അവരുടെ സ്വഭാവവും ഒക്കെ വ്യത്യസ്തമാണ്. അതിനെല്ലാം ഒരു കോമണാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ്സ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ പാഠപുസ്തകത്തിന് എടുത്തിരിക്കുന്നത്. ഈ പാഠപുസ്തകത്തിൽ ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. 25 പാഠങ്ങളാണ് എല്ലാ വകുപ്പിലും എല്ലാ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ നമുക്ക് 40 പാഠങ്ങളായിരുന്നു. 40 പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ 20 പാഠത്തിന്റെ ഡബിൾ ലെസൺസ്. അപ്പൊ അങ്ങനെ 20 × 2 40 പാഠങ്ങളായിരുന്നു. ഈ 40 പാഠങ്ങൾ തന്നെ ക്ലാസ്സിലോട്ട് വരുമ്പോൾ പലയിടത്തും പഠിപ്പിച്ച് തീർക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ അതുകൊണ്ട് സമാജവേളയ്ക്ക് 20 വേണ്ട 15, 2 30 എണ്ണം മതി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതായുള്ള പരിമിതമായിട്ടുള്ള ക്ലാസ് ടൈമിൽ തീർക്കത്തക്കവണ്ണം 25 ലെസൺസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 25 ലെസൺസിൽ തന്നെ ഫേസ് 1 ആൻഡ് ഫേസ് 2 ഓൾമോസ്റ്റ്. ഫേസ് 2-ൽ കുറെ എങ്കിലും വ്യത്യാസമുണ്ടെന്ന് സമ്മതിക്കാം. എന്നാൽ ഫേസ് 1-ലൊക്കെ 100% ലെസൺസും ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത ലെസൺസ് ആണ്. പൊതുവെ പറഞ്ഞാൽ 60% പാഠങ്ങളും ഡയറക്റ്റ് ഫ്രം ദി ബൈബിൾ ആണ്, ബൈബിൾ ബേസ്ഡ് ആണ്. 40% പാഠങ്ങൾ നോൺ ബിബ്ലിക്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ളതാണ്. സഭയെക്കുറിച്ച്, സഭയുടെ ആരാധനാ രീതികളെക്കുറിച്ച്, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ എക്യുമെനിക്കൽ ബന്ധങ്ങളെക്കുറിച്ച്, പൊതുസമൂഹത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറണം, ക്രൈസ്തവ വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കാൻ സാധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജനറൽ തീംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ലെസൺസ് ആണ് ബാക്കിയുള്ളത് വരുന്നത്. അത് കൂടുതലും ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ കുട്ടികൾ പൊതുവെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലൊക്കെ കഴിയുമ്പോൾ അധികവും കുട്ടികൾ സൺഡേ സ്കൂൾ പഠനത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. സീനിയർ ക്ലാസ്, യങ് അഡൽട്സ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ താരതമ്യേന കുട്ടികളുടെ സ്ട്രെങ്ത് കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, കുട്ടികളുടെ താല്പര്യം കുറയുന്നു. മറ്റൊന്ന്, അവരുടെ സെക്യുലർ എഡ്യൂക്കേഷനിൽ അവർക്ക് വലിയ വർക്ക് ലോഡ് ഉണ്ടാകുന്നു. പിന്നത് അവരുടെ മറ്റ് ആക്ടിവിറ്റീസിലോട്ടൊക്കെ അവർ തിരിയുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് അവർക്ക് സൺഡേ സ്കൂൾ പഠനത്തിൽ താല്പര്യം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. നമുക്കത് സത്യത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ നിരസിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ കരിക്കുലത്തിന്റെ ഒരു അപ്രോച്ച് എടുത്തിരിക്കുന്നത്, ഇന്റർമീഡിയറ്റ് വരെ പഠിക്കുന്ന കുട്ടി ഏതാണ്ടൊക്കെ ഒരുവിധം ബൈബിളിനെ കുറിച്ചും അതുപോലെ തന്നെ സഭയെക്കുറിച്ചുമുള്ള ഒരു അറിവ് നേടിയിരിക്കണം. അതിനുശേഷം വീണ്ടും സീനിയർ ക്ലാസ്സിലും യങ് അഡൽട്സ് ക്ലാസ്സിലും ഒക്കെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ കുറെ കൂടെ താല്പര്യമുള്ളവരാണ്. ഈ സൺഡേ സ്കൂൾ പഠനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ്. അപ്പൊ അവർക്ക് കുറെ കൂടെ എൻറിച്ച് ചെയ്യണം, അവർക്ക് കുറെ കൂടെ അറിവ് കൊടുക്കണം. അതുകൊണ്ട് ഈ സീനിയർ ക്ലാസ്സിലും യങ് അഡൽട്സ് ക്ലാസ്സിലും ഒക്കെയുള്ള ലെസൺസ് കുറെ കൂടെ ഡീപ്പാണ്, കുറെ കൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് പലരും അതിനെക്കുറിച്ചുള്ള വിമർശനം പല രംഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സാറേ, അത് ലെസൺസ് ഒക്കെ കട്ടിയാണ്, അല്ലെങ്കിൽ കൂടുതലുണ്ട്, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദിസ് ഈസ് ദ ബേസിക് റീസൺ. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് സീനിയർ ക്ലാസ്സിലേക്ക് സൺഡേ സ്കൂൾ പഠനത്തിന് ഇരിക്കാൻ തയ്യാറാവുന്ന കുട്ടി യഥാർത്ഥത്തിൽ ഇതറിയാൻ വേണ്ടി വരുന്ന കുട്ടികൾ തന്നെയാണ്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തന്നെയാണ്. അവരെ പഠിപ്പിക്കണം, അവരെ കുറെ കൂടെ സഭയെക്കുറിച്ച് പഠിപ്പിക്കണം, ബൈബിളിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിപ്പിക്കണം. അതുകൊണ്ട് ആ 2 ക്ലാസ്സിലെ ലെസൺസ് മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ ലെങ്തിയാണ്, കുറെ കൂടെ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. മറ്റ് ക്ലാസ്സിലുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ലൈറ്റാണ്. ഈ പറഞ്ഞ ടൈമിൽ തന്നെ തീർക്കാനായിട്ട് സാധിക്കും. 25 ലെസൺസേ ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മാസം 3 ക്ലാസ്സുകൾ വെച്ച് കിട്ടുകയാണെങ്കിൽ
പല ഇടവുകളിലും മറ്റു പള്ളികളിലെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് 3 കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പല വീക്കുകളും നഷ്ടപ്പെടുന്നു, ഹോളിഡേയ്സ് കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് 3 ക്ലാസ് എങ്കിലും ഒരു മാസം കിട്ടുകയാണെങ്കിൽ ജനുവരി മാസം മുതൽ ഞങ്ങൾ കണക്കാക്കി നോക്കി സെപ്റ്റംബർ മാസം 1-ാം തീയതി ആകുമ്പോഴത്തേക്ക്, ഫസ്റ്റ് സൺഡേ ആകുമ്പോഴത്തേക്ക് 25 ലെസൺസും തീരാം. എന്നാൽ ചില ലെസൺസിന് തീരാൻ പറ്റുന്നില്ലെങ്കിൽ യു വിൽ ഗെറ്റ് മോർ ടൈം. നവംബർ മാസമേ ഉള്ളൂ പരീക്ഷ. അപ്പൊ നവംബർ മാസം വരെ, സെപ്റ്റംബർ കഴിഞ്ഞ് സെപ്റ്റംബറിൽ തന്നെ 3 ആഴ്ചകളുണ്ട്, ഒക്ടോബർ ഫുള്ള് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പൂർത്തീകരിക്കാനുള്ള കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് സമയക്കുറവ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. യഥാർത്ഥ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു പോവുകയാണ്. ഇൻ കേസിൽ ചില സിറ്റുവേഷൻസിൽ ഞങ്ങൾക്കറിയാം, ഗൾഫിലൊക്കെ 2 മാസം 3 മാസമൊക്കെ കുട്ടികൾക്ക് അവധി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളൂ. സമയത്തിനായിട്ട് പൊതുവെ ഒന്നും പറയാനായിട്ട് സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഓൺലൈൻ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട്. കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് യു ക്യാൻ ടേക്ക് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഒരു 10-15 കുട്ടികൾ ഒരു ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പിന്നെ ഓഡ് ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാനോ അങ്ങനെ തീർക്കാനായിട്ട് സാധിക്കും. എല്ലാം നമ്മുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിന്റെ ഒരു സന്നദ്ധതയുടെ അടിസ്ഥാനത്തിൽ നമുക്കിതൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് സമയം വലിയൊരു ബാധ്യതയായിട്ട് തീരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അവിടെ ക്ലാസ്സുകളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും. ഈ ക്ലാസ്സുകളൊക്കെ പൊതുവെ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിങ്ങൾ പൊതു നോക്കിയാൽ സ്ട്രക്ചർ ഏതാണ്ട് ഒരുപോലെ തന്നെ. നമ്മൾ തുടക്കത്തില് ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബൈബിൾ, ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പാഠോദ്ദേശ്യം, എന്താണ് ഈ പാഠം കൊണ്ട് പഠിക്കേണ്ടത്, പിന്നെ അതിൻ്റെ ഒരു ബൈബിൾ പാസേജ്. ആ ബൈബിൾ പാസേജ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബൈബിൾ പാസേജിലുള്ള ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് ഒരു പ്രൊഫഷൻ. പിന്നെ നമ്മുടെ ടെക്സ്റ്റാണ്, പാഠങ്ങൾ കഴിഞ്ഞാൽ ഉടനെ എക്സസൈസസ്, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട പോർഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ പാഠത്തെ ബേസ് ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചാലുള്ള പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ദർശനം ഉൾക്കൊള്ളുകൊണ്ട് ഒരു തീരുമാനം കുട്ടികൾ എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ്. ഫൈനലി അവരുടെ ഒരു എന്താ പറയുക, മനഃപ്പാഠം, നമ്മുടെ പാഠമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ബൈബിൾ വേഴ്സ് മനഃപ്പാഠം പഠിപ്പിക്കുക. പിന്നെ പ്രാർത്ഥന. ഇതിനിടയ്ക്ക് ഫേസ് 1-ലും ഫേസ് 2-ലും ഒക്കെ സംഗീതം അല്ലെങ്കിൽ ഗാനങ്ങളുടെ ശകലങ്ങളോട് ചേർത്തിട്ട് ആ തീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് അധികവും ഗാനശകലം. നമ്മൾ അതിനനുസരിച്ച് ആ സമയത്തിന് ഒരു 4 വരി പാട്ടൊന്ന് പഠിപ്പിക്കുക, അതിന്റെ ട്യൂണൊന്ന് ഇട്ട് കൊടുക്കുക, ബാക്കി കുട്ടികൾ ഡെവലപ്പ് ചെയ്തോളൂ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാം. അപ്പം ഇനി ഞാൻ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് പറയാം. ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ 1 മണിക്കൂറാണ് മിക്കവാറും എല്ലാ പള്ളികളിലും സൺഡേ സ്കൂളിലും കിട്ടുന്നത്. ചില പള്ളികളിൽ ഒരല്പം കൂടുതൽ കിട്ടിയെന്നിരിക്കും. ആരാധനയൊക്കെ കഴിഞ്ഞുള്ള ആണ് സൺഡേ സ്കൂളെങ്കിൽ കുറെ കൂടെ കൂടുതൽ സമയം ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കും. എന്നാൽ നോർമലി 1 hour എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് ഒരു 40 minutes ആയിരിക്കും കുട്ടികള് അധ്യാപകരുടെ മുന്നിൽ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയൊക്കെ കോമൺ ആയിട്ടുള്ള അസംബ്ലിയും അവരുടെ അനൗൺസ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി 40 minutes യു ആർ സഫീഷ്യന്റ് ഇനഫ് ടു ഡെലിവർ ദ കണ്ടന്റ്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചാൽ 40 minute കൊണ്ട് ഈ കണ്ടന്റ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. ഈ പാഠങ്ങളുടെയൊക്കെ പ്രത്യേകത ഒരു കണ്ടന്റ് റിച്ച് ടെക്സ്റ്റ് ബുക്കാണ്. കണ്ടന്റ് റിച്ച് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കണമെന്ന് ഈ അക്കാഡമിക് കൗൺസിലിന് വളരെ നിർബന്ധമായിരുന്നു. അതിന് കാരണം ഇതുവരെ നിങ്ങൾ എടുത്തിരുന്നതായിട്ടൊരു അപ്രോച്ചിൽ നിന്ന് ഒരല്പം വ്യത്യാസമാണ്. ഇതുവരെയുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സെർച്ച് ആവശ്യമായിരുന്നു. ബൈബിൾ വായിക്കണമായിരുന്നു, അല്ലെങ്കിൽ റെഫറൻസ് ബുക്സ് ഉണ്ടായിരിക്കും, അത് നോക്കണമായിരുന്നു. ഇപ്പൊ അത് ഒഴിവാക്കിയിട്ട് അധ്യാപകർ അധികം ഒന്നും പരതേണ്ട കാര്യമില്ല, കുട്ടികളും അതുപോലെ തന്നെ. അതുകൊണ്ട് ടീച്ചർ ഫ്രണ്ട്ലി ആസ് വെൽ ആസ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ് ഈ പ്രാവശ്യത്തെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ. ഇതിനകത്ത് തന്നെ ഉണ്ട്, ഈ പാഠപുസ്തകത്തിനകത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഇൻഫർമേഷൻ സമാജം ആഗ്രഹിക്കുന്നത്, ഈ ഇൻഫർമേഷൻ, ഇത്രയും ഇൻഫർമേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട്
നിങ്ങൾ കുട്ടികൾക്ക് ഡെലിവറി ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ഈ പറഞ്ഞതുപോലുള്ള ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കിട്ടും, ചർച്ചിനെ കുറിച്ചുള്ള ഒരു വിഷൻ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ക്രിസ്ത്യൻ ഹിസ്റ്ററി, അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. വേറെ ഒന്നും നിങ്ങൾ പുറത്തുണ്ടാക്കി. യു ഷുഡ് ഡെലിവർ ദിസ് മച്ച് കണ്ടന്റ് ടു ദി സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി. ഒരു 14 വർഷം നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികൾ പഠിച്ചു വരികയാണ്. നഴ്സറി മുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവര് സമഗ്രമായിട്ടൊരു അറിവ് നേടിയിരിക്കും. കൂടുതൽ അത് തന്നെയല്ല, ഇത് കഴിയുമ്പോൾ കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രേരണയും കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രേരണ കിട്ടും. എക്സർസൈസസ് ഒക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൊതുവെ അധ്യാപകർ പറഞ്ഞായിട്ടുള്ള ഒരു സംശയം, ഈ എക്സർസൈസസ് ഒക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമാണ്. അതിനൊക്കെ കാരണം വന്നത് ഇതുവരെ ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു, ആൻസേഴ്സ് ഉണ്ടായിരുന്നു, റെഡിമെയ്ഡ് ആൻസേഴ്സ്. ഈ അപ്രോച്ച് വാസ്തവത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിയായിട്ടുള്ള രീതിയല്ല. ശരിയായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവരെ കൊണ്ട് ആലോചിക്കാനായിട്ട് പഠിപ്പിക്കുക കൂടിയാണ്. ഇപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒരു 80% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസറബിൾ ആണ്. അതിനകത്ത് നോക്കിയാൽ തന്നെ ആൻസർ ഉണ്ട്. 20% ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരല്പം ആലോചിച്ചതിന് ശേഷമേ ആൻസർ കിട്ടത്തുള്ളൂ. ഒരു വേദഭാഗം ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ മുതിർന്നവരായതുകൊണ്ട് അറിയാം. ഒരു ഭാഗം വെച്ചൊരു പാസേജ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ്, അതിന്റെ മെസ്സേജ് എന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മളത് പഠിക്കണം, ആലോചിക്കണം, കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ആ ഒരു കഴിവ്, ആ ഒരു കപ്പാസിറ്റി കൂടെ ഈ കുട്ടികൾക്ക് ബിൽഡപ്പ് ചെയ്തു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അപ്രോച്ച് എടുത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ NCERT പോലും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമിനേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഹയർ ക്ലാസ്സിലും ഹയർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക്. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, അതിനകത്തുള്ള ആൻസർ ഡയറക്റ്റ് ആയിട്ട് തുറന്നാൽ കാണുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അതെല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് അല്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഈ പുസ്തകം തുറന്നു വെച്ചാൽ പോലും എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ വരുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിലും വാസ്തവത്തിൽ അത് നേരത്തെ സ്വീകരിച്ച് തന്നെ വളരെ നന്നായി. കുട്ടികള് ഇനിയിപ്പോ അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ സൺഡേ സ്കൂളിൽ ഉണ്ടാവണം. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ആസ് വെൽ ആസ് ഓപ്പൺ ബൈബിൾ എക്സാമിനേഷൻ എല്ലാം പഠിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്ന സമ്പ്രദായമൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി. നമ്മുടെ ഓരോ സെക്ഷനെ കുറിച്ച് ഞാനൊന്ന് ഇനി വിശദീകരിക്കാം. ഒന്നാമത് പ്രാർത്ഥനയാണ്. നമ്മുടെ സൺഡേ സ്കൂളിന്റെ പഠനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾ സ്വയമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. സ്വയമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കും. ഏതൊരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളോട് അല്ലെ മുതിർന്നവരോടാണെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവര് മടി കൂടാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അപ്പൊ നഴ്സറി പഠിക്കുന്ന കുട്ടിയും പ്രാർത്ഥിക്കണം, യോബ് പഠിക്കുന്ന കുട്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടേതായ സ്വന്തമായ ഒരു ഉൾപ്രേരണ കൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. അതവരെ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന ഫേസ് 1 ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി മുതിരരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അധ്യാപകർ തന്നെ പ്രാർത്ഥിക്കും, കുട്ടികളെ കൂട്ടി നിർത്തിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പാഠം തീർന്നു കഴിയുമ്പോൾ കുട്ടികളോട് പറയണം, നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ. ആ തുടക്കത്തിലുള്ള പ്രാർത്ഥന, ഇതിനകത്തുള്ള പ്രാർത്ഥന തന്നെ റിസൈറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് ശ്രമിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിസൈറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഫേസ് 1 അതുള്ളൂ. ഹയർ ഫേസിലോട്ട് വരുമ്പോൾ പ്രാർത്ഥന ഇല്ല. ഹയർ ക്ലാസ്സിലോട്ട് വരുമ്പോഴേ പ്രാർത്ഥനയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ലക്ഷ്യം അതാണ്. ഏതൊരു വിദ്യാർത്ഥി, സൺഡേ സ്കൂൾ പഠിച്ചൊരു കുട്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. ഒരു വാചകം പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അത് അധ്യാപകർ ലീഡ് ചെയ്താൽ നല്ലത്. വിദ്യാർത്ഥിയെ കൊണ്ട് ക്രമേണ അവരെ കൊണ്ട് പഠിപ്പിക്കണം. 2 വേദഭാഗമാണ്, പാഠോദ്ദേശം. ആ പാഠത്തിന്റെ ടൈറ്റിലിനോടനുബന്ധിച്ചുള്ള ഒരു തീമായിരിക്കും കൊടുത്തിരിക്കുക. എന്താണ് മിനിമം ലേണിംഗ് ഗോൾസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മിനിമം ലേണിംഗ് ഗോൾസ്, പാഠോദ്ദേശം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് വേദഭാഗം. വേദഭാഗം ഞാൻ പറഞ്ഞു, ബിബ്ലിക്കൽ ലെസൺസിന് ഒരു ബൈബിൾ പാസേജ് ഉണ്ടാവും.
ആ പാസേജിനോടനുബന്ധിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് പാഠം എന്ന് പറയുന്നത്. അപ്പൊ പാസേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അധ്യാപകർ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ പാസേജ് നിർബന്ധമായിട്ടും വായിക്കണം. ബൈബിൾ പാസേജ് വായിച്ചതിന് ശേഷം കണ്ടന്റ് അതാണ് ഡെലിവറി ചെയ്യേണ്ടത്. അത് നന്നായിട്ട് പഠിപ്പിക്കണം. ഒരിക്കൽ പോലും നിങ്ങൾ ഈ കണ്ടന്റ് അതുപോലെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ബൈബിൾ പാസേജിനോട് ചേർത്ത് വെച്ചാണ് കണ്ടന്റ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പാസേജ് യു റീഡ് കെയർഫുള്ളി ദ ബൈബിൾ പാസേജ്. ബൈബിൾ പാസേജിലെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് ടേംസ് വരികയാണ്. സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അൺഫെമിലിയർ ആയ ടേംസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യു ക്യാൻ പ്രിപ്പയർ ദ ക്ലാസ് പോർഷൻ. അത് ഒരു 20 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ്സ് കിട്ടും. 18 to 20 മിനിറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇത്രയും മിനിറ്റ് കൊണ്ട് ഇത് കുട്ടികളോട് എങ്ങനെ പറയും എന്നുള്ളത് ഒരു പരിശീലനം ക്ലാസ്സിന് മുമ്പേ നടത്തണം. എല്ലാ ക്ലാസ്സിന് മുമ്പേ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ക്ലാസ്സിൽ പോകരുത്. അപ്പൊ ആ പ്രിപ്പറേഷനകത്ത് ഇതിന്റെ ഒരു അബ്സ്ട്രാക്ട് നിങ്ങൾ എഴുതി വായിച്ചിട്ട് കുട്ടികളോട് ക്ലാസ്സിൽ വരും. ഒരിക്കൽ പോലും വേർഡ് ബൈ വേർഡായിട്ട് ഈ ടെക്സ്റ്റിലെ കണ്ടന്റ് റീഡ് ചെയ്ത് പഠിപ്പിക്കരുത്. അങ്ങനെ പഠിപ്പിക്കാൻ പോയാൽ ഒരിക്കലും സമയം കിട്ടത്തില്ല. ഓരോ വാക്കും എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതിന്റെ ഒരു സമ്മറി മാത്രം ഡെലിവറി ചെയ്താൽ മതി. കണ്ടന്റ് എഴുതുന്നതിന് കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എക്സർസൈസ് നോക്കണം. എക്സർസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ കണ്ടന്റിൽ എവിടെയാണ് അതിന്റെ ആൻസർ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഡെലിവറി ചെയ്യുമ്പോൾ അതിനൊരു എംഫസിസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഇത് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതാണെങ്കിൽ അതും അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കണം. സോ കണ്ടന്റ് റിച്ച് ആണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ദെൻ എക്സസൈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട്, ഹൂ സെഡ് ടു ഹൂം, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദിസ്, ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്തിനാണ്? ഇത് നമ്മൾ ഡെലിവറി ചെയ്ത കണ്ടന്റ് അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇഫ് യു ആർ ready, or you can do other questions also, like puzzles or quiz. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് വാട്ട് ഈസ് ദിസ് എന്നവരോട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യ കീർത്തനങ്ങളിൽ തന്നെയുള്ള പാട്ടുകള്, ഒരുപാട് പാട്ടുകൾക്കെല്ലാം നല്ല മെസ്സേജ് ഉള്ളതാണ്. ഈ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് ആണെങ്കിൽ യു ക്യാൻ റെഫർ ദാറ്റ് സോങ്സ് ഓൾസോ. അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ ക്ലാസ് വളരെ രസകരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അത് താഴ്ന്ന ക്ലാസ്സിൽ ഫേസസിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഭാഗത്ത് പെയിന്റിങ് ആണ്. അവരെ ഗ്രാഫിക്സ് കളർ ചെയ്യാനായിട്ടുള്ള ഇതുകൊണ്ട് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള പറയുന്നു പിക്ചേഴ്സ് കൊടുത്തിട്ട്. പിക്ചേഴ്സ് അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല എക്സസൈസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പ്രത്യേകിച്ച് ഫേസ് 1 കുട്ടികൾക്ക്, നഴ്സറി ശിശുവൊപ്പുള്ള കുട്ടികളുടെ ഏക താല്പര്യം എന്ന് പറഞ്ഞാൽ പടം വരയ്ക്കുക, കുത്തി വരയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. യു എൻകറേജ് ദം. അവര് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. കൂടുതൽ വരപ്പിക്കാനുള്ള അതിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് പല പടങ്ങൾ കാണിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. എല്ലാ പടങ്ങളും ചിത്രങ്ങളും ഓരോ പാഠത്തിനോടും ചേർത്തിരിക്കുന്നത് ആ പാഠത്തിന്റെ തീമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് പടം കാണിക്കുമ്പോൾ കുട്ടികളോട് പടത്തിന് പെയിന്റ് ചെയ്യാൻ പറയുന്നതിനൊപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്താണ് അതിന്റെ പടം, അതിന്റെ കഥ, അതിന്റെ സൂചന എന്താണെന്നൂടെ പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സിനെ ഇന്നോവേറ്റീവ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, if you are searching or taking any online information or any reference from anywhere, sometimes അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടൊക്കെ വരും. നമ്മുടെ ഫെയ്ത്തിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള മാറ്ററൊക്കെ വരാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോകരുത്. കഴിവതും പോകാതിരിക്കണം. അത് നിങ്ങൾക്ക് ഈ പാഠങ്ങൾ തന്നെ പഠിപ്പിക്കാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള മാറ്റർ ഉണ്ട്. ഇതിന് പുറത്തൊന്നും അവിടുന്ന് പോയി അതാണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല.
എന്തെങ്കിലും പാഠത്തിലെ ആയിട്ട് സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ അതാത് ഇടവകയിലെ വികാരി അച്ഛനോട് ചോദിക്കണം. അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആശയം എന്താണ്. അച്ഛനും സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ യു ക്യാൻ ആസ്ക് ടു ദി ജനറൽ സെക്രട്ടറി ഓഫ് സൺഡേ സ്കൂൾ സമാജ്. വി ആർ ഓൾവേസ് റെഡി ടു ആൻസർ യു അറ്റ് എനി ടൈം. എന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, കോൺട്രഡിക്ടറി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായും വി ആർ റെഡി ടു ആൻസർ. ഒരു നിങ്ങൾക്കെല്ലാം ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയി കാണും. ഇപ്പൊ 3 മാസത്തെ ടൈം ആയല്ലോ ഏതാണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പാഠപുസ്തകങ്ങള് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ സമാജം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. മലയാളത്തിന്റെ കോണ്ടെക്സ്റ്റിലുള്ളത് അതേപോലെ വെർബലായിട്ട് അല്ലെ വേർഡ് ടു വേർഡായിട്ട് ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ടെക്സ്റ്റിനകത്തൊക്കെ അവിടെ ഇവിടെയും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അടുത്ത എഡിഷനിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എല്ലാവരും വോളണ്ടറി ആയിട്ട് ചെയ്ത ഒരു സർവീസ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പാഠങ്ങളൊക്കെ തയ്യാറാക്കേണ്ട കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഈ കമ്മിറ്റിക്കാർ തന്നെ മറ്റു രീതിയിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അവരെയൊക്കെ കിട്ടി പാഠങ്ങൾ റെഡിയാക്കി അതെല്ലാം അവസാനം എഡിറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് കൊടുത്തു. അത് തന്നെ പലരും പല സ്ഥലത്തിരുന്നാണ് ചെയ്തത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ പാഠം 25 പാഠങ്ങളും ചിലപ്പോൾ 4-5 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോരുത്തർ ഓരോ രീതിയിലാണ് ആ ട്രാൻസ്ലേഷൻ തന്നെ നിർവഹിച്ചിരിക്കുന്നത്. അതെല്ലാം കൂടെ ഒന്ന് ഒരേപോലെ ആക്കിയെടുക്കാൻ കുറേയൊക്കെ ബുദ്ധിമുട്ട് വന്നു. അതിൻ്റെതായ പോരായ്മകൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്തും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ സമ്മതിക്കുന്നത്. നമ്മൾ പൊതുവെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ബൈബിൾ NIV എടുക്കണമെന്നായിരുന്നു. NIV 2011 ആണ് നമ്മളൊരു ബേസ് ആയിട്ട് വെച്ചിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ ട്രാൻസ്ലേറ്റേഴ്സ് പല സ്ഥലത്തിരുന്ന് ചെയ്തപ്പോൾ അതൊക്കെ ലാസ്റ്റിലാണ് കിട്ടിയത്. അതൊന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു സമയം സാവകാശം ലഭിക്കാതെയും പോയതുകൊണ്ട് ചില പോർഷൻസിൽ NIV മാറിയിട്ടുണ്ട്. ഗുഡ് ന്യൂസ് ബൈബിളിൽ നിന്ന് വന്നിട്ടുണ്ട്, കിങ് ജെയിംസ് വേർഷനിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ആ പോരായ്മകളെല്ലാം അടുത്ത എഡിഷനിൽ പരിഹരിച്ചോളാം. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ടെക്സ്റ്റ് തന്നെ നിങ്ങൾ പഠിപ്പിക്കുക. അതല്ലാതെ നിവൃത്തിയില്ല. ഓരോരുത്തർ അത് മാറ്റി NIV എടുക്കണം എന്നൊക്കെ പറയാൻ പോയാൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, അത് ബുദ്ധിമുട്ടുകളുണ്ടാകും. എക്സാമിനേഷനെ കുറിച്ച് കൂടെ ഒരു വാക്ക് ഞാൻ പറയാം. എക്സാമിനേഷൻ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ അപ്പിയർ വെരി ഷോർട്ട്ലി. എങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻസ്? ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ എക്സർസൈസസ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ എക്സർസൈസസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ എക്സർസൈസുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു കുഴപ്പം, ആ എക്സർസൈസ് ചിലപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ 5-6 എണ്ണൊക്കെ കൊടുത്തിട്ടുള്ളൂ ഓരോ ലെസൺസിനൊക്കെ. അപ്പൊ 2-3 വർഷത്തെ വരി കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. പിന്നെ പുതിയതായിട്ട് ഇറണ്ടേ, അല്ലെ പഴയ ക്വസ്റ്റ്യൻസ് തന്നെ വരത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് തരികയില്ല. തന്നെയല്ല, പാഠം വായിച്ചേച്ച് കുട്ടി മനസ്സിലാകാമെന്ന് അറിയാനായിട്ട് നേരത്തെയുള്ള റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ പോരാ. അപ്പൊ ലെസൺസിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കത്തക്കവണ്ണമുള്ള ചോദ്യങ്ങളെ ഇടത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കുറെ കൂടെ എങ്ങനെയാണ് പരീക്ഷ വരുന്നത്, പരീക്ഷയുടെ അപ്രോച്ച് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതില്ല. ഒരു 1-2 ആഴ്ച വെയിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറ്റ് വിൽ അപ്പിയർ വെരി ഷോർട്ട്ലി. അപ്പൊ അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു അഭ്യസനം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ സംതൃപ്തികരമായിട്ടൊരു ഒരു എക്സ്പീരിയൻസ് ലഭിക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കാനായിട്ട് മറക്കരുത്. തന്നെയല്ല, മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. പുതിയൊരു എഡിഷനിലേക്ക് വരുമ്പോൾ, അടുത്തൊരു എഡിഷൻ വരുമ്പോൾ, വോളിയം 1ന്റെ എഡിഷൻ ഇനി അപ്പിയർ ചെയ്യുന്ന 2026-ലാണ്. അപ്പോൾ സമയമുണ്ട്. എന്നാൽ പോലും നിങ്ങൾ ഏതെങ്കിലും മിസ്റ്റേക്സിൽ കാണുകയാണെങ്കിൽ അത് സമാജത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. യു സെൻഡ് എ ലെറ്റർ ടു ജനറൽ സെക്രട്ടറി ഓർ ഈവൻ ടു മീ. അത് ഞങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ആരെയും നിർബന്ധിച്ചോ പണം കൊടുത്തോ ഏർപ്പെടുത്തി ചെയ്യുന്ന ഒരു ജോലിയല്ല. ഇതെല്ലാം വോളണ്ടറി സർവീസ് ആണ്. അപ്പൊ ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ചെയ്ത കൂട്ടത്തിൽ
ചില പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് കുറേയൊക്കെ എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ക്ഷമിക്കുക. പിന്നെ പാഠങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഇതാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് ഞാൻ ആൻസർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസസ് അറിയിക്കുക. ഇപ്പോൾ നമുക്ക് 100 പേരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും പേരെ വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറ് വളരെ വിശദമായും ലളിതമായും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ചോദ്യം കഴിയുമ്പോൾ അത് മ്യൂട്ട് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഡിസ്റ്റർബൻസ് വരും. നിങ്ങൾക്ക് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം. ചോദിച്ചാൽ ഹലോ, ജേക്കബ് ഫ്രം ഭിലായ്. മെമ്മറി വർക്ക് നമ്മൾ NIV തന്നെ ഫോളോ ചെയ്തായിരിക്കും ബെറ്റർ. കാരണം എക്സാമിന്റെ സമയത്ത് നമ്മൾ NIV ആയിരിക്കും എടുക്കുന്നത് അല്ലേ? മെമ്മറി വേഴ്സ് NIV. മെമ്മറി വേഴ്സ് NIV തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ NIV തന്നെ ചോദിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലേക്ക് പോകും. NIV എടുക്കാൻ പറഞ്ഞാൽ ചിലർ എടുക്കും, ചിലർ എടുക്കത്തില്ല. സോ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് വിൽ ബി ആസ്ക്ഡ് ഫോർ ദി ക്വസ്റ്റ്യൻ, ആസ്ക്ഡ് ആസ് ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ചോദിച്ചാട്ടെ. സർ, മെമ്മറി വേഴ്സ് NIV ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം മെമ്മറി വേഴ്സ് ബുക്കിൽ കൊടുത്തതിൽ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഞാൻ ക്ലാസ് ബിഗിനറിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ NIV ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ കൊടുത്തിരിക്കുന്ന മെമ്മറി വേഴ്സ് 1-2 എണ്ണം ഇച്ചിരി ഡിഫറെന്റ്. NIV അല്ല. അതിനകത്തുണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഡിഫറൻ്റ് ആണ് എന്നുള്ളത് കണ്ടു. അത് ഇനിയിപ്പോൾ അടുത്ത എഡിഷനിലേ അത് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ കുട്ടികളുടെ കയ്യിരിക്കുന്ന പാഠപുസ്തകത്തിലെ തന്നെ ചോദിക്കുക. അത് ഏതായാലും ബൈബിളിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം ആ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് തന്നെ ചോദിക്കുക, അത് തന്നെ പഠിപ്പിക്കുക. നമ്മൾ ഇവിടെ ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാൽ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരും. വേറൊരു ഇടവകയിലോ വേറൊരു സൺഡേ സ്കൂളിലോ അവർ NIV എടുക്കും, ഈ ടെക്സ്റ്റ് ബുക്കിലെ ഫോളോ ചെയ്തില്ല. ആരേതാണ് എടുത്തതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് യു ടീച്ച് ദ സ്റ്റുഡൻസ്. അത് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുപോയി. കാരണം ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എല്ലാം കൈ കിട്ടുന്നത്. ഓരോരുത്തരും ഓരോ സമയത്ത് തരണമെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പം ഡൽഹിയിലും ചണ്ഡീഗറിലും ഇരുന്ന് പലരും, അങ്ങനെ പല സ്ഥലത്തിരുന്ന് പലര് ഓരോ പോർഷൻസ് കുറച്ചായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. അപ്പൊ അത് ലാസ്റ്റില് ജനുവരി മാസത്തിൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യണം, അപ്പോഴത്തേക്ക് പ്രിന്റ് ചെയ്യുകയും വേണം. ഇതൊക്കെ ഒന്ന് റീ എഡിറ്റ് ചെയ്യാനുള്ള ചെയ്തില്ലെന്ന് പറയുന്നില്ല. 2-3 ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അവർ പക്ഷേ ഇത് പറഞ്ഞാണ് ഇൻസ്ട്രക്ഷൻ NIV നോക്കണമെന്ന്. പക്ഷെ അവർ നോക്കി വന്നപ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകൾ ചില ലെസൺസിൽ ഉണ്ടായി. അത് എനിവേ, യു ബിയർ വിത്ത് അസ്, അല്ലെങ്കിൽ വിത്ത് ദി സൺഡേ സ്കൂൾ സമാജം. വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, പ്ലീസ് ടീച്ച് ദം ആസ് ഇറ്റ് ഈസ്. ഒരു പ്രോബ്ലം കൂടി വരുന്നുണ്ട്. NIV നമ്മൾ 2-3 വേർഷൻസ് ഉണ്ട് NIV തന്നെ. ഒന്ന് ബിബ്ലിക്ക ചൈനീസ് എഡിഷൻ, പിന്നെ സോണ്ടർവാൻ നമ്മുടെ US എഡിഷൻ. അത് രണ്ടിനകത്തും ചിലയിടത്തെല്ലാം വേർഡ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ വേഴ്സ് എടുക്കുമ്പം ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നമുക്കത് ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും അതെ. സോണ്ടർവാൻ US എഡിഷൻ ആണ് വാസ്തവത്തിൽ ഫോളോ ചെയ്യുന്നത് 2011. അത് പിന്നെയും ഇവര് NIV ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം വെച്ചിരിക്കുന്നത് 2011 കൂടുതൽ പേരും അത് പ്രിഫർ ചെയ്തത്.
എനിവേ അത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ടെക്സ്റ്റിന്റെ തന്നെ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ പറയാം, ഇതാണ് ഫോളോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. എനിവേ ഐ വിൽ കറക്റ്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് എഡിഷൻ. സർ, ഞാൻ മേരിക്കുട്ടി എബ്രാം ഫ്രം ഡൽഹി കരോൾ ബാഗ് ചർച്ച്. ഓക്കെ, ക്വസ്റ്റ്യൻസ് അതിന്റെ മോഡല് വിൽ കം എവൻച്വലി സർ പറഞ്ഞല്ലോ. ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്താണോ വരുന്നത്? പഴയ പാറ്റേൺ മാറണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം. സജഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ഞങ്ങള് കഴിഞ്ഞ ദിവസം അക്കാഡമിക് കൗൺസിൽ കൂടിയപ്പം പാറ്റേൺ എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് എന്നാൽ പൊതുധാരണ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ, ഇതുവരെയുള്ള പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി എന്ന് ചിലർ പറഞ്ഞു. പാറ്റേൺ മാറുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പൊതുവായിട്ടുള്ള അഭിപ്രായം. എങ്ങനെ വേണമെന്ന് ഒന്ന് സജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എനിവേ ഞങ്ങള് വെബ്സൈറ്റിൽ ഇടാം ഒരു മോഡല്, അതിനുശേഷം ആ രീതിയിൽ കൊണ്ടുവരാം. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ലോങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവല് തന്നെ വ്യത്യാസമുള്ള ലെവല് കൊടുക്കണം. അത് ഈസി ആൻസർ. എല്ലാ കുട്ടികളും ഒരേപോലുള്ളവരല്ലല്ലോ. ചിലര് നല്ല പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ചിലർ സ്ലോ ലേണേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻസ്. അതിന്റെ ഒരു 30% ക്വസ്റ്റ്യൻസ് ഈസി ആൻസറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 30% എന്തായാലും കൊള്ളാം, കുറച്ചുകൂടെ ഡിഫിക്കൽട്ട്ലി ആൻസറബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറെ ഒരു 40% ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ധാരണ. എനിവേ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അതിനു മുമ്പ് സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ടോട്ടൽ മാർക്സ് അതുപോലെ തന്നെ 100 മാർക്സ് ഹയർ ക്ലാസ്സിലും ലോവർ ക്ലാസ്സിൽ 50 മാർക്സും എന്നുള്ളത് ആ അപ്രോച്ച് തന്നെ, അത് തന്നെ മാറുന്നില്ല. താങ്ക് യു സർ. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കട്ടെ. സർ പറഞ്ഞല്ലോ ഈ സീനിയർ ക്ലാസ് യങ് അഡൾട്ട് ഉള്ള കുട്ടികൾക്ക് താല്പര്യമില്ലായ്മ, ഇത് ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ ആഗ്രഹിച്ചതുമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാർ തന്നെ അത് ക്ലിയർ ചെയ്തു സർ. എൻ്റെ ഒരു ചോദ്യം, സൺഡേ സ്കൂൾ എന്നാൽ പിന്നെ ഈ അറ്റ്ലീസ്റ്റ് ഈ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം പോരെ? അത് വാസ്തവത്തില് സഭയും തീരുമാനിക്കണ്ടേ. നമുക്ക് സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഈ സിസ്റ്റം തന്നെ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. കാരണം ജസ്റ്റ് എ മിനിറ്റ്, ബാറ്ററി. അതെ, നമ്മുടെ സൺഡേ സ്കൂൾ സമാജം തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് കുറെയൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പണ്ട് കാലത്ത് തന്നെ മാർത്തോമാ സഭ ആരംഭിച്ചപ്പോൾ തന്നെയാണ് ഈ വകുപ്പുകൾ, അത് മറ്റൊരു സഭയിലും അത് തന്നെ നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പല ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളെ ഒരേ ക്ലാസ് ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരുടെ ഇപ്പൊ തന്നെ വോളിയം 1 നമ്മൾ പഠിപ്പിച്ചു, വോളിയം 2ലേക്ക് വരിക. വോളിയം 2 എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് ഒരിക്കലും പുസ്തകം കൊണ്ടുവരാൻ പറ്റത്തില്ല. വോളിയം 1 പോലെ തന്നെ ആയിരിക്കും വോളിയം 2 വരുന്നത്. കാരണം ചില കുട്ടികൾ വോളിയം 2 ആയിരിക്കും ആദ്യം പഠിക്കുന്നത്. ഇപ്പൊ വോളിയം 1 പഠിച്ച് വോളിയം 2 പഠിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഈ വകുപ്പിന്റെ സമ്പ്രദായം അനുസരിച്ച്. അപ്പോൾ എന്നാൽ അത് എന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് കൊണ്ടാണ് മാർത്തോമാ സഭയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത്. കാരണം വേണ്ടത്ര അധ്യാപകരെ കിട്ടുന്നില്ല, വേണ്ടത്ര കുട്ടികളില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും കൂടെ ചേർത്തിരുന്ന് 2 വർഷം ഒന്നിച്ച് പഠിപ്പിക്കുക. ഈ ഒരു സമ്പ്രദായം പണ്ട് 3 വർഷമായിരുന്നു. ഇതേ ഡിഫിക്കൽട്ടിയാണ് മറ്റ് സഭകൾക്കും ഉള്ളത്. മാർത്തോമാ സഭയ്ക്ക് പൊതുവായിട്ട് ഒരു ഡിഫിക്കൽട്ടി ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവരത് മാറ്റിയിട്ടുണ്ട്. 1, 2, 3, 4 സ്റ്റേജസിലാണ്, 10 ക്ലാസ്സിൽ വരെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെയധികം വിപുലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ സാങ്കേതിക വിദ്യ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കുട്ടികൾക്ക് കണ്ടന്റ് ഡെലിവറി ചെയ്യാനും കുട്ടികളെ വിളിക്കാനും പിന്നെ കാര്യങ്ങൾ ലേണിംഗ് പ്രോസസ്സിലൊന്നും, അത് ഇവാലുവേഷൻ പ്രോസസ്സിലൊന്നും വേണ്ടത്ര ഡിജിറ്റൽ ടെക്നോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം മാറേണ്ടിയിരിക്കുന്നു കാലങ്ങളിൽ. ഇത് വാസ്തവത്തിൽ നമ്മുടെ സമാജത്തിന് ഒരു റീസ്ട്രക്ചറിങ് ആവശ്യമാണ്.
അപ്പൊ അത് വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഇപ്പം തന്നെ 10ാം ക്ലാസ്. ഇപ്പൊ അതുകൊണ്ട് ഏതായാലും ഞങ്ങളുടെ അടുത്തൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് കൊണ്ട് തന്നെ അവർക്ക് കഴിവതും നമുക്ക് ബൈബിളിനെ കുറിച്ചും സഭയെക്കുറിച്ചുള്ള ഒരു നോളജ് കൊടുക്കണം. ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ യുവപ്പിലും ഈ പ്രൗഢ വകുപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില സൺഡേ സ്കൂളുകളിലൊന്നും പ്രൗഢ വകുപ്പേ ഇല്ല, കുട്ടികളില്ല പഠിക്കാൻ. നമ്മൾ 1-2 പേർക്ക് വേണ്ടിയിട്ടായി പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മള് അത് നിർത്താത്തതിന് കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു അറിവ് കിട്ടുമല്ലോ, അവർ പഠിക്കട്ടെ എന്നുള്ളത് വെച്ചുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി അതൊക്കെ തിരുമേനിയോട് ഉണ്ടല്ലോ, ഏതായാലും ഇതുപോലുള്ള ടീച്ചേഴ്സ് മീറ്റിംഗിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയസിഷൻ അധ്യക്ഷനോട് പങ്കെടുക്കുന്ന മീറ്റിംഗിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തിരുമനസ്സുകൊണ്ട് ഇത് കേൾക്കണം. നമ്മുടെ വാസ്തവത്തിൽ സമാജത്തൊക്കെ കാലികമായ മാറ്റങ്ങള് സൺഡേ സ്കൂൾ സമാജത്തിന് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ഇന്നത്തെ തലമുറയെ തന്നെ നമ്മൾ വാർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തലമുറ നഷ്ടപ്പെടാതിരിക്കണം. ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. നമ്മുടെ സൺഡേ സ്കൂൾ സമാജത്തിൽ ഇന്ന് സഭയുടെ ഡയറിയിലെ കണക്കനുസരിച്ച് 49,000 കുട്ടികളെ പഠിക്കുന്നു. അതായത് നഴ്സറി മുതൽ പ്രൗഢ വകുപ്പ് വരെയുള്ള കുട്ടികളുടെ എണ്ണമാണ് 49,000. നമ്മുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഈ ഗ്രൂപ്പിൽ ഉള്ള ജനസംഖ്യയുടെ 7 മടങ്ങേ ഉള്ളൂ ടോട്ടൽ പോപ്പുലേഷൻ എറാണ് 7 ടൈംസ്. അപ്പൊ അങ്ങനെ വന്നാൽ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്ര കാണും? പക്ഷെ നമ്മൾ പറയുന്നത് അതിൽ കൂടുതലുണ്ടെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എവിടെ മറ്റേ കുട്ടികൾ? നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ പോകുന്നു. നമുക്ക് ഒരു 10 ലക്ഷം ജനസംഖ്യ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിൽ എത്രയോ മടങ്ങും കുട്ടികളുണ്ട് നമുക്ക്. അതിൽ 50,000 വരുന്നുണ്ട് സൺഡേ സ്കൂളിൽ. അപ്പൊ എന്തുകൊണ്ട് വരുന്നില്ല? അത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ വരുന്ന കുട്ടികളെ എന്തുകൊണ്ട് അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നു? ഓരോ വർഷവും നിങ്ങൾ തന്നെ നോക്കണം. ഡ്രോപ്പ് ഔട്ട് ആവുന്നത് നഴ്സറി പഠിക്കുന്ന കുട്ടി കണ്ടിന്യൂ ചെയ്ത് സീനിയർ ക്ലാസ്സിലും യുവപ്പിലും വരെ നിൽക്കുന്നുണ്ടോ? ഓരോ ഇടവിൽ എത്ര ഡ്രോപ്പ് ഔട്ട് ആവും? ഇങ്ങനെയുള്ള ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഈ ഒരു സമ്പ്രദായത്തിലെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ തന്നെ എൻറോൾ ചെയ്തു എത്ര കുട്ടികൾ സൺഡേ സ്കൂൾ സമാജത്തിൽ ഈ വർഷം എൻറോൾ ചെയ്തു എന്നുള്ള ലിസ്റ്റ് കണക്കെടുക്കുന്നത് നമ്മൾ പരീക്ഷയുടെ സമയത്താണ്. എത്ര പേർ ക്വസ്റ്റ്യൻ അടിക്കണം അതിനു വേണ്ടിയിട്ടാണ് കണക്കെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസും റിഫോർമേഷനും നമ്മുടെ സമാജത്തിന് ആവശ്യമാണ്. അത് നിങ്ങളാണ് പറയേണ്ടത്. സൺഡേ സ്കൂൾ അധ്യാപകരാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ചേഞ്ചസ് ഇന്നതിന് വരണം. ഇപ്പൊ തന്നെ ഒരു ടീച്ചർ പറഞ്ഞല്ലോ, മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്നെ മാറ്റണമെന്ന്. യു സജസ്റ്റ്. അത് എല്ലാവരും കൂടെ ചേർന്ന് ഇതൊക്കെ ശ്രമിക്കുമ്പോഴേ ഇതൊക്കെ നന്നാവത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. ഒരു കാര്യം കൂടെ, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ, ഇത് ഈ എല്ലാവർക്കും എന്തിനാ സാർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വിടുന്നത്? ഇതിൽ പകുതി പിള്ളേരും ചിലപ്പോൾ പരീക്ഷ എഴുതാത്തവരായിരിക്കും. ബിക്കോസ് വി ഹാവ് ടു എൻറോൾ ദ നമ്പേഴ്സ്. ഇത് ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാലും പഠിക്കാത്ത പിള്ളേർക്കും പരീക്ഷ എഴുതിയവർക്കും എല്ലാം സർട്ടിഫിക്കറ്റ് ഇനി അയച്ചു തരും. അത് അവർക്ക് ആവശ്യമൊന്നും ഇല്ല. അതും വേണമെങ്കിൽ അവരുടെ പുറകിന് നടന്ന് കണ്ടുപിടിച്ചൊക്കെ വേണം കൊടുക്കാന്, അല്ലെങ്കിൽ ഞങ്ങളുടെ അരമരയിൽ ഇരിക്കുക. ഇത് ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ? വേണ്ടവര് വേണ്ട സമയത്ത് ഓൾറെഡി മേടിക്കുന്നുണ്ടല്ലോ അവിടെ വന്നിട്ട്. സപ്പോസ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആർക്കെങ്കിലും ജോബോ അങ്ങനെ 2-3 ഇഷ്യൂ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ വന്ന് ഇപ്പൊ അച്ചപ്പട്ടത്തിന് പോകേണ്ട കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവര് അത് അവിടുന്ന് ഡയറക്റ്റ് മേടിക്കുകയായിരുന്നു. ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്റെ മുൻപിലത്തെ സമയത്തില്ല. പക്ഷെ ഇതൊരു ആവശ്യമില്ലാത്തതല്ലേ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു. ബിക്കോസ് ദേ ഓൾസോ ഡോണ്ട് വാണ്ട്. ദെൻ ഐ ആം കെപ്റ്റ് ദ അതർ സർട്ടിഫിക്കറ്റ് ഇൻ മൈ അൽമാര. That's very important. അത് ഞാൻ പറയട്ടെ. വാസ്തവത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മുടെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം. യേശു ക്രിസ്തുവിനെ അറിയിക്കുക, യേശു ആരാണെന്ന് കുട്ടി മനസ്സിലാക്കുക. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പരീക്ഷ എഴുതുക, സർട്ടിഫിക്കറ്റ് നേടുക, മാർക്ക് വാങ്ങിക്കുക അല്ല. ഈ സൺഡേ സ്കൂൾ സമാജത്തിന്റെ അഭ്യസനവും സെക്കുലർ എഡ്യൂക്കേഷനുമായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തിയാണ് പോകുന്നത്. സെക്കുലർ എഡ്യൂക്കേഷൻ കോമ്പറ്റീറ്റീവ് എഡ്യൂക്കേഷനാണ് ഇന്ന് കൊടുക്കുന്നത്. എങ്ങനെയാണ് തൊട്ടടുത്ത വിദ്യാർത്ഥിയെക്കാട്ടി കൂടുതൽ മാർക്ക് വാങ്ങുന്നത് എന്നിൽ മാത്രമേ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ അവൻ ശോഭിക്കാനായിട്ട് കഴിയത്തുള്ളൂ.
അതിനുള്ള ട്രെയിനിങ് ആണ് സെക്യുലർ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ സൺഡേ സ്കൂളിലേക്ക് വന്നതോടുകൂടിയാണ് ഈ പരീക്ഷ, ആനുവൽ എക്സാമിനേഷൻ, മിഡ് ടേം എക്സാമിനേഷൻ, അതിന്റെ മാർക്ക്, അതിന്റെ സമ്മാനം, ഇങ്ങനെയുള്ള ഒരു പ്രവണത കൂടി വരുന്നു. അത് വാസ്തവത്തിൽ സമാജത്തിന്റെ ദർശനത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. ഒരു വിദ്യാർത്ഥി അധ്യാപകന്റെ ക്ലാസ്സിൽ ഇന്ന് അടുത്ത ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവന് സൺഡേ സ്കൂൾ പഠിക്കാൻ താല്പര്യമില്ലെന്നാണ്. അതേസമയം അവന് സെക്യുലർ എഡ്യൂക്കേഷൻ പോയാൽ അവൻ വരാതിരിക്കാൻ പറ്റത്തില്ല. അവൻ കോമ്പറ്റീറ്റീവ് വേൾഡിലായിരിക്കുന്നത്. അപ്പൊ താല്പര്യക്കുറവ് ഉണ്ടാവുന്നത് വാസ്തവത്തിൽ സൺഡേ സ്കൂളിന്റെ ലക്ഷ്യത്തിൽ നഷ്ടപ്പെടുത്തുക. ഒരു വിദ്യാർത്ഥി വന്നില്ല എങ്കിൽ നമ്മൾ വാസ്തവത്തിൽ വളരെയധികം ഖേദിക്കണം. കാരണം അവൻ യേശുവിനോടുള്ള താല്പര്യം കുറഞ്ഞു, അതുകൊണ്ടാണ് വരാൻ. സൺഡേ സ്കൂൾ പഠനത്തിലല്ല, യേശുവിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതാണ് സൺഡേ സ്കൂളിന്റെ പഠനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് ഈ പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഈ എണ്ണം നോക്കിയാൽ, അല്ലെ അവരെഴുതുന്ന മാറ്റർ നോക്കിയാൽ തന്നെ പേപ്പർ വാല്യൂ എന്നവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിരുദ പരീക്ഷയുടെ പേപ്പർ എടുത്താൽ 20% പേപ്പറിലേ ഉള്ളൂ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുള്ളത്. ബാക്കി 80% പേപ്പറും ഒന്നും എഴുതാതെ പിള്ളേർ പോവുക. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. പിന്നെ ആർക്കു വേണ്ടി പരീക്ഷ നടത്തുന്നത്? 80% വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് എഴുതണമെന്ന് താല്പര്യമുള്ളവരല്ല. അവരെന്തെങ്കിലും കേട്ടു, എന്തെങ്കിലും പേരൻസ് നിർബന്ധിച്ചനുസരിച്ച് എന്തെങ്കിലും കേട്ടേച്ച് എഴുന്നേറ്റ് പോയി എഴുതാൻ വന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ബേസിക്കലി അവനെ സഭയുടെ വിശ്വാസത്തിൽ നിലനിർത്തുക, അവനോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അവനോട് ബൈബിളിനെ കുറിച്ച് പറയുക, അവനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ബൈബിള് പഠിപ്പിക്കുക, ബൈബിളിനെ കുറിച്ച് പറയുക, സഭയുടെ വിശ്വാസം എന്താണെന്ന് അറിയിക്കുക, അതിൽ വളരാനായിട്ട് സഹായിക്കുക. ഇതാണ് സൺഡേ സ്കൂൾ ലക്ഷ്യം. അല്ലാതെ അവന് മാർക്ക് വാങ്ങിക്കുകയല്ല. നമ്മളെ സെക്യുലർ എഡ്യൂക്കേഷനും ഇതുമായിട്ട് പറഞ്ഞില്ലേ, അങ്ങ് താരതമ്യം ചെയ്തുകൊണ്ട് സൺഡേ സ്കൂൾ പരിശീലനം നടത്തുന്നതാണ് ഇതിന്റെ എല്ലാം പരാജയം എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ റീസ്ട്രക്ചറിങ് നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയമാണ്. ഇങ്ങനെയാണോ പരീക്ഷ നടത്തേണ്ടത്? ഇങ്ങനെ പരീക്ഷ നടത്തിയിട്ട് എന്തിനാണ് നടത്തുന്നത്? സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യത്തിൽ നഷ്ടപ്പെടുന്നതാണ് സഭയ്ക്ക് പോകുന്ന പരാജയം എന്ന് പറയുന്നത്. യേശുക്രിസ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അധ്യാപകരോട് ആദ്യം ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയത് വീണ്ടും ഓർപ്പിക്കട്ടെ. സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സൺഡേ സ്കൂൾ പഠനം പൂർത്തിയായിരിക്കുമ്പോൾ ബൈബിൾ മുഴുവൻ വായിച്ചിരിക്കണം. അതും ഒരു ലക്ഷ്യമായിട്ട് എടുക്കണം. ബൈബിൾ വായിക്കുന്ന ഒരു ഡയറി സൂക്ഷിക്കാൻ പറയണം. ചില പാഠത്തിനകത്ത് എക്സർസൈസ് പോലും ഞാൻ ഇട്ടിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്ന ഒരു ഡയറി ഉണ്ടാക്കാൻ പറയാം പ്രവർത്തനമായിട്ട്. ബൈബിൾ വായിച്ചിരിക്കണം. അത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ അധ്യാപകരോടും പറയണം, നമ്മളും വായിച്ചിരിക്കണം. അത് ഇന്ന് വാസ്തവത്തിൽ വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. ഇത് ബൈബിൾ മുഴുവൻ വായിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ പലരും പറയും ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, ചില ഭാഗങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. അത് വായിക്കണം. അത് സൺഡേ സ്കൂൾ പരിശീലന കാലത്ത് വായിച്ചിരിക്കണം. അധ്യാപകർ, മാർത്തോമാ സഭയിലെ അധ്യാപകർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15,000-ഓളം സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. ഇത് ഒരു വലിയ സ്ട്രോങ് ഫോഴ്സ് ആ സഭയുടെ. ഈ 15,000-ഓളം അധ്യാപകർക്ക് ബൈബിൾ അറിയുന്നവരാണ്, ബൈബിളിനെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരാണ്. ഈ പാഠപുസ്തകങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിന് തീർച്ചയായിട്ടും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു വലിയ റിസോഴ്സാണ് സഭയുടെ വലിയ വളർച്ചയെ സഹായിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണം. കമ്പൽസറി ആയിട്ട് ബൈബിൾ വായിച്ചിരിക്കണം എന്ന് കുട്ടികളോട് പറയണം. സീനിയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ബൈബിൾ വായിച്ചിരിക്കണം. ഈ ഒരു ട്രെയിനിങ് കൂടെ കൊടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പരീക്ഷയല്ല, പരീക്ഷ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനല്ല പ്രൈം ഇമ്പോർട്ടൻസ് വരുത്തേണ്ടത്, മാർക്കിലല്ല വേണ്ടത്. ദർ ഇൻട്രസ്റ്റ് ഇൻ ഫെയ്ത്ത്, അവരുടെ ഫെയ്ത്തിൽ ഫെയ്ത്ത് ജേർണി കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു വലിയ താല്പര്യവും അതിനുള്ള സഹായവും അതിനുള്ള സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ അധ്യാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി റിലവന്റ് ആൻഡ് പീപ്പിൾ ഷുഡ് തിങ്ക് when they are revising or restructuring the Sunday school environment. ഇനി ആർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ കോമൺ സെഷനിൽ നമുക്കൊരു വീഡിയോ ടൈപ്പ് ഏതെങ്കിലും മാസത്തിൽ ഒരിക്കൽ
ഒരു വീഡിയോ പോലെ ഒരു മത്ലബ് തീമിനോട് റിലേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്സോ 7 ഒരു വീഡിയോ അത് സമാജമായിട്ട് ഉണ്ടാക്കി തന്നാൽ നല്ലതായിരിക്കും. പിന്നെ വേറെ ഒരെണ്ണം, നമ്മുടെ എക്സാംസ് ടൈമിൽ ഇപ്പം ഒത്തിരി ചർച്ചസ് ഓൺലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, മത്ലബ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട്. അതും ഒരു നല്ല സ്റ്റെപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അതും എങ്ങനെയാണെന്ന് അഭിപ്രായം അറിയില്ല ബാക്കിയുള്ളവരുടെ. അത് സാറേ, അത് നല്ലൊരു സജഷൻ ആണെന്ന് ഞാൻ പറയട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ജനറൽ സെക്രട്ടറി അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. തന്നെയല്ല, നമ്മുടെ തന്നെ അടുത്ത ഒരു സഹോദരി സഭയായ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ സമാജം, നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കിയാൽ അറിയാം. അത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ്. അവരുടെ ഓൺലൈനാണ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾക്ക് മാർക്ക് കിട്ടും. ഓൺലൈനാണ് എക്സാമിനേഷൻ. ഇപ്പൊ ആരുടെയിലാണ് ഈ മൊബൈൽ ഫോണും സിസ്റ്റം ഇല്ലാത്തത്? ഓൺലൈൻ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ. അതുപോലെ തന്നെ ഓരോ ക്ലാസിന്റെയും അതിനു മുമ്പായിട്ട് ഓരോ ലെസന്റെ വീഡിയോ ക്ലിപ്പ് ടീച്ചേഴ്സിന്റെ കയ്യിൽ എത്തും. ഇത് ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇതേ രീതിയിൽ നിങ്ങൾ കണ്ടന്റ് ഡെലിവർ ചെയ്യണം. അവർക്ക് നല്ല ഒന്നാമത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാർത്തോമാ സഭ റിഫോംഡ് ചർച്ചാണ് നമ്മൾ പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങള് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഈ ഓരോ ലെസൺസിന്റെയും ഉണ്ടാക്കിയിടുന്നു. അതൊക്കെ പറഞ്ഞാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ചില സംശയങ്ങള്, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്. ഈ നമ്മളൊരു പാഠം പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സെക്യുലർ വിദ്യാഭ്യാസം കിട്ടിയവരാണ്. അവർക്ക് ധാരാളം സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫേസ് 3 കിടക്കുമ്പോൾ അവരെ പിന്നെ കോസ് ആൻഡ് റീസൺ അത് നോക്കി പഠിക്കുന്നവരാണ്. കാര്യകാരണ സഹിതം. നമ്മൾ വെറുതെ അങ്ങ് പഠിച്ചാലൊന്നും കുട്ടികൾ പറയാത്ത സംശയം ഇങ്ങോട്ട് ചോദിക്കും. അത് അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചതെന്ന് പറയും. ബൈബിള് തെറ്റാണെന്ന് അവർ ഇങ്ങോട്ട് തന്നെ പറയും. അപ്പൊ നമ്മളവരെ അങ്ങനെയല്ല, ശരിയാണെന്ന് അവരോട് പറഞ്ഞു പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറാണ്. ചില അധ്യാപകർക്ക് ഒരുപക്ഷെ അതിനുള്ള കോമ്പിറ്റൻസി ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ സമാജത്തിന്റെ വെബ്സൈറ്റിൽ ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ഫ്രീക്വന്റ്ലി ആൻസേർഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുകയും അതിന്റെ ആൻസറും അവിടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവർ ഒരൊറ്റ ക്ലിക്കിൽ ആൻസർ കിട്ടും. തിരുമേനി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ സൺഡേ സ്കൂൾ സമാജത്തിന്റെ കോമ്പറ്റീഷൻസിൽ നാട്ടിൽ പോയി പങ്കെടുക്കണമെങ്കിൽ സമാജത്തിന്റെ ഗൈഡൻസ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡയസിസ് ലെവലിൽ നെക്സ്റ്റ് ഇയർ മുതൽ ഇംഗ്ലീഷ് സോങ്സിന്റെ കോമ്പറ്റീഷൻ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് പ്ലാൻ ചെയ്യാം. നമുക്കത് ആലോചിച്ചിട്ട് സൺഡേ സ്കൂളിന്റെ പെർമിഷൻ കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരം. കാരണം അവിടെ പോയി ഇംഗ്ലീഷ് നടത്താൻ ഒക്കത്തില്ല. നമുക്ക് ഡയസിസ് ലെവലിൽ നമുക്ക് ചെയ്യാൻ ഒക്കുമായിരിക്കും. നമുക്കത് നോക്കാം. ഓക്കെ, അതാ ക്വസ്റ്റ്യൻ. ഇനി അധികം ക്വസ്റ്റ്യൻസ് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സജഷൻസ് ഉള്ളത് സാറ് പറഞ്ഞതുപോലെ സമാജത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ അച്ഛനെയോ ഒക്കെ അറിയിച്ചാൽ നമുക്ക് സമാജത്തിൽ അറിയിക്കുന്നതിനും അതിനുവേണ്ടി ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതിനും സാധിക്കും. ഏതായാലും സാറ് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ആരും കർത്താവിനെയും സഭയുടെ വിശ്വാസത്തെ അറിയാതെ ഒരു കുഞ്ഞ് നമ്മുടെ സഭയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത്. അവരെ വളർത്തുകയും അവരെ ഇതിനകത്ത് പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സൺഡേ സ്കൂൾ സമാജം പറയുന്നതല്ലേ, യേശുവിലേക്ക് വരിക, ഓരോ കുട്ടിയെ യേശുവിലേക്ക് കൊണ്ടുവരിക. അതിൽ പ്രധാനപ്പെട്ടത് അധ്യാപകർ തന്നെയാണ്. അധ്യാപകരാണ് ഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഈ അധ്യാപകരുടെ മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരാധന, സൺഡേ സ്കൂൾ അധ്യാപനത്തിലൂടെ ആരാധനയിൽ പങ്കുകാരാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്, ചിലര് ആരാധനയ്ക്ക് വരത്തില്ല, സൺഡേ സ്കൂളിന് വരും. സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളും സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് വീട്ടിൽ പോകും, അല്ലെങ്കിൽ ആരാധനയ്ക്ക് നിൽക്കാതിരിക്കും. ചില അധ്യാപകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമല്ല. പിന്നെ ചില സ്ഥലത്ത് ഈ ആരാധന നടക്കുമ്പോൾ പാരലായിട്ട് സൺഡേ സ്കൂൾ നടക്കും. അതും ഒരു ശരിയായ നടപടിയല്ല. കാരണം ആരാധന എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളും മധ്യവയസ്കരും പ്രായമായവരും എല്ലാവരും, എല്ലാ പ്രായക്കാർക്കും കൂടിയുള്ളതാണ് ആരാധന. അതിൽ എല്ലാവരും പങ്കുകാരാകണം. എങ്കിൽ മാത്രമേ ഈ നമ്മുടെ വിശ്വാസ പൈതൃകം അടുത്ത തലമുറയിലേക്ക് ഗ്രാജുവലായിട്ട് പകർന്നു വരത്തുള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാധന, അതുപോലെ സൺഡേ സ്കൂൾ വേദപുസ്തക പഠനം, സഭാവിശ്വാസങ്ങളെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഈ സൺഡേ സ്കൂൾ അധ്യാപകർ കാണിക്കുന്ന
താല്പര്യത്തിന് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇന്നിപ്പം 100 ഡിവൈസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ ഞാൻ കണ്ടു 2 പേരൊക്കെ ഉണ്ട്. അപ്പം വളരെയധികം ആളുകൾ വളരെ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുത്തു എന്നുള്ള വലിയ സന്തോഷമാണ്. അതുപോലെ പ്രിയപ്പെട്ട സാറ് നമുക്ക് വളരെ സാവധാനതയിൽ വളരെ ലളിതമായി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇനി നമ്മുടെ സജഷൻസ് ഇനിയും നമുക്ക് പറയാനും അതിനുള്ള കറക്ഷൻസ് വരുത്താനുള്ള അവസരമുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ താല്പര്യം പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സാറിനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വേറെ ആർക്കൊന്നും പറയാനില്ല. തിരുമേനി ഞാൻ കുവൈറ്റിൽ നിന്നാണ്, ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഓണാക്കി സംസാരിക്കാൻ പറ്റാഞ്ഞത്. എന്റെ പേര് ബെഞ്ചമിൻ ആണ്. ഞാൻ കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷിന്റെ ഹെഡ് മാസ്റ്റർ ആണ്. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ മൊത്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. എനിക്കൊരു സജഷനും ഒരു റിക്വസ്റ്റും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുവൈറ്റിലെ പ്രത്യേക സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്ന 3 മാസം ഹോളിഡേ ആണ്, കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഹോളിഡേ ആണ്. അപ്പൊ ഈ ഒരു 3 മാസം ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ എടുക്കാനായിട്ട് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിത് ജനറൽ സെക്രട്ടറി അച്ഛനെ അറിയിച്ചിരുന്നു. തിരുവല്ലയിൽ പോയ സമയത്ത് ജനറൽ സെക്രട്ടറി അച്ഛനെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് മാക്സിമം ലെസൺസ് കിട്ടിയിരുന്നത് 15 ലെസൺസ് ആണ്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞത് 15 × 2 30 ലെസൺസ് ഉണ്ടല്ലോ. പക്ഷെ അത് week 1 week 2 എന്ന് പറയുന്നത് ഒരു ലെസൺസിന്റെ തന്നെ 2 ഭാഗങ്ങളായിരുന്നു. എന്നാൽ 25 ലെസൺസ് ഞങ്ങൾ ഇവിടെ ഒരു ഇയർ പ്ലാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമ്മുടെ ഇടവകയിലെ പ്രോഗ്രാമുകളും അങ്ങനെ മറ്റുള്ളതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഈ 25 ലെസൺസ് ഈ കുവൈറ്റിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാനിത് റോബിൻ അച്ഛനോടും ഇതൊന്ന് ഷെയർ ചെയ്തിരുന്നു ഈ ലാസ്റ്റ് വീക്കിൽ. സെയിം തിങ് ഞാൻ ജനറൽ സെക്രട്ടറി അച്ഛനോടും പറഞ്ഞിരുന്നു. തിരുമേനി ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലെ, സ്പെഷ്യലി കുവൈറ്റ്. ഞങ്ങൾക്ക് 3 മാസം അവധി ആയതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞുങ്ങളെ ഓടിച്ച് പെട്ടെന്ന് ഒരു 30 മിനിറ്റ്സ് ലെസൺ എടുത്ത് പെട്ടെന്ന് തീർത്തു പോവുക പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നല്ലതായിട്ടൊന്ന് പഠിപ്പിക്കണമെങ്കിൽ 40+ മിനിറ്റ്സ് വേണം. അത് വെച്ച് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതുകൂടെ ഒന്ന് തിരുമേനി ജനറൽ സെക്രട്ടറി അച്ഛനെ അറിയിക്കുകയും ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. അത് തിരുമേനി ഞാൻ പറഞ്ഞോട്ടെ, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ദുബായ്ക്കാർ ഇതുപോലെ തന്നെ ഒരു പരാതി പറഞ്ഞു. ഹയർ ക്ലാസ്സിലേ ഉള്ളൂ ഈ കംപ്ലീറ്റ് ആകാതിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താഴ്ന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും അത് പഠിപ്പിച്ച് തീർക്കാനായിട്ട് പറ്റും. എന്നാൽ സീനിയർ ക്ലാസ്സിലും യങ് അഡൽട്സ് ക്ലാസ്സിലും ഒക്കെ ഒരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അച്ഛന് അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ എടുത്തില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ പല രംഗത്തു നിന്നും ആളുകൾ പരാതി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് തീർച്ചയായിട്ടും ഒരു തീരുമാനം വൈകാതെ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ഇതിന് പറയാനുണ്ടോ? അതർവൈസ് മിസ്റ്റർ സണ്ണി സി എബ്രഹാം വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. സണ്ണി സാറെ അൺമ്യൂട്ട് ചെയ്യണേ. Hello. കേൾക്കാം. Whatever you do, work heartily as for the Lord and not for man. Colossians 3:23. My job for today is to give thanks. First of all, we thank God Almighty in this meeting. We thank Right Reverend Zacharias Prem Episcopal Delhi who has accepted us into the study. We thank Professor Dr. George Varghese who has accepted our invitation and taken meaningful class and gave brief note on new curriculum of Sunday school book and the process of teaching to be taken in coming years. We would like to thank Reverend Sam Abraham, Secretary Delhi Diocese, who has taken pain to attend today's class. We like to thank Reverend Vineet G. Thomas, Vice President, and Reverend Robin Royson for their initiative to conduct this class for teachers. Thanks to all the teachers who came from various places of Delhi Diocese Marthoma Sunday School, due to which
It has made this class a great success. Thank you all. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ബാബുക്കുട്ടി വൈ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട്. തിരുമേനി, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്. ആ റെക്കോർഡ് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ലിങ്ക് ഷെയർ ചെയ്യാം എല്ലാ ടീച്ചേഴ്സിനും കാണത്തക്ക രീതിയിൽ. താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് ഗുഡ് ഐഡിയ. വേറെ അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. ഇല്ല, പ്രാർത്ഥിക്കാം. ബാബുക്കുട്ടി വൈ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷമത്തോടെ പരിപാലിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പച്ച. ഡൽഹി ഡയസിന്റെ ബാനറിൽ ഞങ്ങൾക്ക് സൺഡേ സ്കൂളിന്റെ പഠനങ്ങളെ പറ്റി പഠിക്കുവാൻ തക്കൊണ്ട് ഒരു ക്ലാസ് എടുക്കുവാനും അതിൽ 100-ലധികം പേര് പങ്കെടുത്ത് അത് പ്രായോഗികമാക്കിയതിനാലും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഇതിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ കർത്താവെ പ്രവർത്തനങ്ങളെ ഒക്കെ നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും മാറ്റി കർത്താവെ കുഞ്ഞുങ്ങളെ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നീ മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകം ഞങ്ങളുടെ ഡയസിഷൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നേതൃത്വത്തിനായും അങ്ങക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകം യാത്രകളൊക്കെ ചെയ്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർത്താവെ നീ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് വന്ന ജോർജ് വർഗീസ് സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക വർഷങ്ങളായിട്ട് കർത്താവെ തന്റെ ദാസനും കൂട്ടുകാരും ചേർന്ന് കരിക്കുളമൊക്കെയും തയ്യാറാക്കുവാനൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. ദൈവമേ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ തക്കൊണ്ട് അവർക്ക് കരിക്കുളം ഉണ്ടാക്കുവാൻ അവരുടെ സമയം അനുസരിച്ച് സാഹചര്യങ്ങൾ അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് സബ്ജക്റ്റുകൾ ഉണ്ടാക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയും കൊടുത്തിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി സ്തോത്രം. ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതേകാല ഇതിൽ ഡയസിഷനിലെ എല്ലാ അച്ഛന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെയൊക്കെയും പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി ദൈവസന്നിധിയിൽ കർത്താവെ നല്ലതുപോലെ ചെയ്യുവാൻ തക്കുന്നവരെയൊക്കെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡയസിഷണൽ വൈസ് പ്രസിഡന്റ് വിനീതീശോ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോബിൻ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളൊക്കെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. നോർത്തിനിയുടെ പ്രദേശത്തുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും കർത്താവെ നീ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും ദൈവമേ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടികൾ കർത്താവെ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ പ്രിയരെ നാം ഓരോരുത്തരോടെ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടെ നമ്മുടെ സഭയോടുകൂടെ ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, എല്ലാവരോടും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.